നമസ്കാരം. പൊതുവെ മോഹൻലാലിൻ്റെ മക്കളുടെ ബർത്ത്ഡേ ദിവസം പരസ്പരം എല്ലാവരും പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും എന്നതല്ലാതെ സെലിബ്രേഷൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പലപ്പോഴും 4 പേരും ഒന്നിച്ചുണ്ടാവുക സമയങ്ങൾ വളരെ വിരളമാണ്. മോഹൻലാൽ ഷൂട്ടിംഗ് തിരക്കിലും മക്കൾ എന്തെങ്കിലും യാത്രകളിലുമൊക്കെ ആയിരിക്കും. പക്ഷേ വീട്ടിലെ നിമിഷങ്ങൾ 4 പേരും മിസ് ചെയ്യാറില്ല. എന്നാൽ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്പം ഗ്രാൻഡായിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും വിസ്മയ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ള ഗൗണിൽ അതീവ സുന്ദരിയും സന്തോഷവതിയുമായിരുന്നു വിസ്മയ എന്നത് അതിൽ നിന്നും വ്യക്തമാണ്. തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിസ്മയ ചിത്രങ്ങളും പോസ്റ്റുകളും പങ്കുവയ്ക്കുകയും ചെയ്തു. കമൻറ്റ് സെക്ഷൻ സ്വകാര്യമായതുകൊണ്ട് തന്നെ ആശംസകളൊന്നും വന്നിട്ടില്ല. പക്ഷേ കല്യാണി പ്രിയദർശൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ലൈക്ക് അടിച്ചതായി കാണാം. എമ്പുരാൻ്റെ റിലീസ് ദിനത്തിൽ തന്നെ മകളുടെ പിറന്നാളായതുകൊണ്ട് അന്ന് മോഹൻലാലും ഇത് ബർത്ത്ഡേ വിഷ് ചെയ്ത് മകൾക്ക് കുറിപ്പിട്ടിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മായക്കുട്ടി, ഓരോ ദിവസവും നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് നയിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ സന്തോഷവും ചിരിയും നിറയ്ക്കട്ടെ. നിന്നിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു അച്ഛാ എന്നാണ് മോഹൻലാൽ കുറിച്ചത്. എമ്പുരാൻ്റെ റിലീസ് ദിവസം തനിക്ക് ഇരട്ടി സന്തോഷമാണെന്നും അന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, ആൻ്റണി പെരുമ്പാവൂരും വിസ്മയ മോഹൻലാലിന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. തൻ്റെ കുട്ടിക്കാല ഫോട്ടോ, ആൻ്റണിക്കൊപ്പമുള്ള കുട്ടിക്കാല ഫോട്ടോ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് താരത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിച്ച ഒരു സർപ്രൈസ് ചിത്രം പിന്നാലെ വിസ്മയ മോഹൻലാൽ പങ്കുവയ്ക്കുകയുണ്ടായി. തനിക്ക് ബർത്ത്ഡേക്ക് പിറന്നാളിന് കിട്ടിയ ഏറ്റവും വിലമതിക്കാനാകാത്ത ഒരു സമ്മാനമായിരുന്നു അത്. ഒരു ക്യാമറയാണ് വിസ്മയ മോഹൻലാൽ പങ്കുവച്ചിരുന്നത്. അത് ലക്ഷങ്ങൾ വിലയുള്ള ഒരു ക്യാമറ തന്നെയാണ്. ചെന്നൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് മായയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മകളെക്കുറിച്ച് മുൻപ് ദുൽഖർ സൽമാൻ പങ്കുവച്ച ഓർമ്മകളും ഈ അവസരത്തിൽ വീണ്ടും വൈറലായി മാറിയിരുന്നു. അതൊരു ഗംഭീര ആഘോഷമായിരുന്നുവെന്നും സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രത്തിൽ അവളന്ന് വളരെ ക്യൂട്ടായിരുന്നുവെന്നും എന്നാൽ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുൻപേ വിസ്മയ ഉറങ്ങിപ്പോയതിനെക്കുറിച്ചുമൊക്കെയാണ് അന്ന് ദുൽഖർ പറഞ്ഞത്. വിസ്മയയുടെ 33ാം പിറന്നാളാണ്. മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. മാർച്ച് 27 വിസ്മയയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊപ്പം തന്നെയായിരുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ എമ്പുരാനും റിലീസായത്. അച്ഛൻ്റെ സിനിമയുടെ വൻ ആഘോഷത്തിൻ്റെ നിറവിലാണ് രാത്രി വിസ്മയയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും നടന്നത്. രാവിലെ മകൾക്ക് ആശംസകൾ അറിയിച്ച് മോഹൻലാൽ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വളരെയധികം വൈറലായി മാറിയിരുന്നു.